ഹലോ ഹായ് മന്നാൻഡി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ ലോട്ട് ഓഫ് പീപ്പിൾ എന്നോട് പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇത്ര മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് കാര്യം ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു തീർത്താൽ ഞങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടുന്നില്ല, സോ ഒരു കമ്പാരിസൺ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അറ്റ് ദ സെയിം ടൈം കുറച്ച് പേര് പറയും ലെങ്തി ആയാൽ ബോറടിക്കും, മാറ്റർ മാത്രം പറയുന്നത്. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഇൻ ബിറ്റ്വീൻ ഒത്തിരി ലെങ്തി ആവേണ്ട, ഒത്തിരി ബ്രീഫും ആക്കാത്ത രീതിയിൽ നിങ്ങളുടെ റിക്വസ്റ്റും പ്രകാരം ഞാനൊരു ടാറ്റ എയുടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നതും ഒരു മെഡിക്ലെയിമുമായിട്ടുള്ള മേജർ ഡിഫറൻസും മാത്രം പറയാം. ഇൻ ഡീറ്റെയിൽ അറിയേണ്ടവർ എന്നെ പേഴ്സണലായിട്ട് വിളിക്കാം. ഓക്കെ, ടോട്ടൽ ഇന്ത്യയിലുള്ള 24 ഇൻഷുറൻസ് കമ്പനിയിലെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 6 months മോർ ദാൻ ആയി. പ്ലാന്റെ പേര് പ്രോഫിറ്റ് എന്നാണ്. ഈ പ്രോഫിറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്നാന്ന് ചോദിച്ചാൽ ഇത് അതർ ദാൻ ഇന്ത്യ അനദർ 49 കൺട്രീസിലും നമുക്ക് ഇതിന്റെ കവറേജ് ക്യാഷ്ലെസ് റീഎംബേഴ്സ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എന്നോട് ചോദിച്ചത് മെഡിക്ലെയിം ഉള്ളവർക്ക് എന്തിനാണ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇതൊരു മെഡിക്ലെയിം പ്ലാൻ ആണോ? സോ ആ പോയിന്റിൽ പോയിന്റ് നമ്പർ 2 ആയിട്ട് പറഞ്ഞു. ഒന്ന്, ഇന്റർനാഷണലി കവേർഡാണ്, ഇൻഡിവിജ്വൽ ആയിട്ടും കവേർഡാണ്, ഫാമിലി ആയിട്ടും കവറിങ് എടുക്കാം. രണ്ടാമത്തത്, ഇത് നോട്ട് അറ്റ് ഓൾ എ മെഡിക്ലെയിം പ്ലാൻ, ഇത് കോംപ്ലിമെന്ററി ടു മെഡിക്ലെയിം ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ മെഡിക്ലെയിം ഉണ്ട്, അത് കമ്പനിയിൽ നിന്നാവാം, വീട്ടിൽ ഓഫീസിൽ നിന്നാവാം, നമ്മൾ സ്വന്തം എടുത്തതാവാം, എങ്ങനെയാണേലും അത് നമുക്ക് ഡേ ടു ഡേ വരുന്ന ഹോസ്പിറ്റലൈസേഷൻ ആക്ച്വൽ എക്സ്പെൻസ് എന്താണോ അതാണ് മെഡിക്ലെയിം കവർ ചെയ്യുന്നത്. ഇത് അതിനുള്ള പ്ലാൻ അല്ല. ദെൻ വാട്ട് ഈസ് ഫോർ ദാറ്റ് ഇതും പറഞ്ഞു തരാം. ഇതിന്റെ ഏറ്റവും അത് അല്ല എന്ന് പറയുമ്പോൾ ഇത് എന്ത് കവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ മേജറായിട്ട് 3 കാര്യങ്ങൾ. ഒന്ന്, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വരുന്ന നമുക്ക് 2.5 മുതൽ 10,000 വരെ പെർ ഡേ നമ്മുടെ ടൈലർ മെയ്ഡായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ക്യാഷ് ബെനിഫിറ്റ്. രണ്ടാമത്, സർജിക്കൽ ബെനിഫിറ്റ് നമുക്ക് 1 lakh മുതൽ അപ് ടു ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഏജ് ആൻഡ് ഇൻകം നിങ്ങൾക്ക് എത്ര ലക്ഷം 20 lakhs വരെയും കവർ ചെയ്ത് എടുക്കാം. എഗെയിൻ നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സിന് വേണ്ടിയിട്ടും ഈ സെയിം ഓപ്ഷനിൽ എമൗണ്ട് ചൂസ് ചെയ്യാം. അപ്പം ഒരു മെഡിക്ലെയിം പ്ലാനിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും കാര്യങ്ങളും ഡിപ്പെൻഡ്സ് അപ്പോൺ കമ്പനി നമുക്ക് തരുന്നു. അത് നമുക്ക് യൂസ്ഫുൾ ആണ്, ബെനിഫിഷ്യൽ ആണ്, നമ്മൾ അത് എടുക്കുകയാണ്. ദർ ഇസ് നോ അതർ. നമ്മുടെ ചോയ്സിനനുസരിച്ച് ഇത് എത്ര വേണം, 2500 മുതൽ 10 ഏത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സർജിക്കൽ ക്യാഷ്, ഹോസ്പിറ്റൽ ക്യാഷ്, ക്രിട്ടിക്കൽ ഇൽനെസ്, ഇതിനൊക്കെ എത്ര എമൗണ്ട് നിങ്ങൾക്ക് വേണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതുകൊണ്ടാണ് അതിന് ടൈലർ മെയ്ഡ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇതിനു വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. നമ്മൾ മെഡിക്ലെയിം എടുക്കുമ്പോൾ ചെറിയ ഏജിൽ എടുക്കും, നമ്മൾ കുട്ടികള് ഒരു ചെറിയ പ്രായത്തിലെടുക്കും. നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം ബൂസ്റ്റപ്പ് ചെയ്യുവാണ്. അത് റിസ്ക് കൂടുന്ന ഏജ് വരും തോറും ബൂസ്റ്റപ്പ് ചെയ്ത് പ്രീമിയം വരുന്നു. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് 25 lakhs എടുത്തതാണ്. NRI അറിഞ്ഞപ്പോൾ പോയി 25 lakhs അറ്റ് എ ടൈം എടുത്തു. ഇപ്പൊ നാട്ടിൽ സെറ്റിൽ ചെയ്തപ്പോൾ പുള്ളിക്ക് വരുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ 80,000 ആണ്, വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ കമ്മിങ് ബാക്ക്. അപ്പം ആ ഒരു ഇതില് ആണ് ഈ പ്രോഫിറ്റിന്റെ ബെനിഫിറ്റ്. എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 12-15 വർഷം പ്രീമിയം അടച്ചാൽ മതി. അത് നിങ്ങൾ ചേരുമ്പോൾ എത്രയാണോ നിങ്ങളുടെ പ്രീമിയം അതായിരിക്കും ഈ 12 വർഷത്തേക്കും. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദ പ്രീമിയം. നിങ്ങളുടെ ലൈഫ് ലോങ് കവറേജ്, ഹെൽത്തിനും വെൽത്തിനും കവറേജ് ഉണ്ടാവും. പ്രീമിയം അടയ്ക്കേണ്ട, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രീമിയം വിൽ നോട്ട് ഇൻക്രീസ്. ഈ 12 വർഷത്തിനിടയ്ക്കും നമ്മുടെ പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നില്ല. പിന്നെ അടുത്ത പോയിന്റ്, ഈ എമൗണ്ട് ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ എന്താ പറയണ സർജിക്കൽ ബെനിഫിറ്റ് ഒന്നും ആവശ്യം വന്നില്ല. റിട്ടേൺ ഓഫ് പ്രീമിയം ഉണ്ട്, വിച്ച് ഈസ് ഓൾസോ നോട്ട് അറ്റ് ഓൾ പോസിബിൾ ഇൻ എനി മെഡിക്ലെയിം കമ്പനി. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം വണ്ടിയുടെ ഇൻഷുറൻസിന് തിരിച്ചു കിട്ടുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിന് തിരിച്ചു കിട്ടുന്നില്ല. ഇതിനകത്ത് നമുക്കിത് അവെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് റീഫണ്ട് ആയിട്ട് ROP ഓപ്ഷനിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അത് ഒരു കാര്യം. പിന്നെ
രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അല്ല, ഇപ്പൊ ഫോൺ വന്ന് ഇതായിപ്പോയി, ഡിസ്ട്രാക്ട് ആയിപ്പോയി. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പൈസ ഇൻകം ക്രിയേഷൻ ആയിട്ട് പോകുന്നുണ്ട്, ഒരു വെൽത്ത് ക്രിയേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തു, അല്ല ഫാമിലി ആയിട്ട് എടുത്തു, നമ്മുടെ ഫാമിലിയിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ പൈസയുടെ ആവശ്യങ്ങൾക്ക് ഈ 5 വർഷത്തിന് ലോക്കിംഗ് പീരീഡിന് ശേഷം ഈ പ്ലാനിൽ നിന്ന് തന്നെ നമുക്ക് ഇൻകം എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി വേറെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ ഓപ്ഷനായിട്ട് ആഡ് ഓൺ ചെയ്ത് റൈഡറായിട്ട് കൊടുക്കാതെ കിട്ടാത്ത ഒരു കാര്യമാണ്, നമ്മുടെ ആക്സിഡന്റ് സംഭവിച്ചു ഒരു ഡിസബിലിറ്റി വന്നാൽ അതിനും ഒരു കവറേജ് ഈ പ്ലാനിൽ ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലും ഡെത്ത് കവറേജ് ഇല്ല. ഇതിനകത്തൊരു സം ഇൻഷുർഡ് ഉണ്ട്, ഡെത്ത് കവറേജ് ആയിട്ടും കിട്ടുന്നുണ്ട്. സോ ഞാനത് ബ്രീഫ് ചെയ്യാം. ലിമിറ്റഡ് പീരീഡിൽ പൈസ അടയ്ക്കുന്നു, 50 കൺട്രീസിൽ കവറേജ് കിട്ടുന്നു. ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം, ഫാമിലി ആയിട്ട് എടുക്കാം. നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം നിങ്ങൾക്ക് ആ കാര്യത്തിന് പൈസ എടുത്തിട്ടില്ലെങ്കിൽ അത് ROP ആയിട്ട് കിട്ടും. നമ്മൾ ഓൾ ടുഗദർ അടയ്ക്കുന്ന പൈസയിൽ ഇൻഷുറൻസ് കവറേജിന് വേണ്ടി പോകുന്ന പൈസ ഇൻവെസ്റ്റ്മെന്റിൽ പോകുന്നു. സോ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ആയിട്ട് വെൽത്ത് ആയിട്ട് വരും. ഡെത്ത് കവറേജ് ഉണ്ട്, ആക്സിഡന്റൽ ഡെത്ത് ഇല്ല, ആക്സിഡന്റൽ ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി ആയി നമ്മുടെ ഇൻകം സ്റ്റോപ്പ് ചെയ്താൽ ഒരു കവറേജ് ഉണ്ട്. ഐ തിങ്ക് ഐ കവേർഡ് എവറിത്തിങ്. താങ്ക്സ് എ ലോട്ട്. ഇനിയും ആവശ്യമുള്ളവർ ഫോണിൽ വിളിക്കാം. താങ്ക് യു.